ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നും ഞാനൊരു ഫുഡ് വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇവർക്ക് എപ്പോഴും തീറ്റി മാത്രമേ ഉള്ളൂ എന്ന്. വിശന്നാൽ പിന്നെ ആഹാരം കഴിക്കണ്ടേ? അതെ, അപ്പോൾ ഇന്നും എനിക്ക് വിശന്നപ്പോൾ ഞാൻ പോയത് മന്തി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ കഴക്കൂട്ടത്തുള്ള ഇലാഫാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇലാഫിലേക്ക് പോകുന്നത്. അവിടുത്തെ മന്തി വെറും മന്തിയല്ല, ജല്ലിക്കെട്ട് മന്തി, അത് നല്ലതാണെന്ന് എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ പിന്നെ അവിടെയും കൂടി പോയി ഒന്ന് ട്രൈ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ പോയി ജല്ലിക്കെട്ട് മന്തി ഓർഡർ ചെയ്തു. അവിടുത്തെ മസാല, ആ ജല്ലിക്കെട്ട് മന്തിയുടെ മസാല ശരിക്കും ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഞാൻ ഇതിന് മുന്നേയും ജല്ലിക്കെട്ട് മന്തി ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോഴും എനിക്ക് കിട്ടാത്തൊരു വേറൊരു ടേസ്റ്റാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. കാരണം അതിൻ്റെ മസാലയിലെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു എരിവുണ്ട്, എന്നാൽ ഒരു ചെറിയൊരു മധുരം എവിടേക്ക് കൂടെയോ പോകുന്ന പോലെ നമുക്ക് കഴിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ നല്ലൊരു മന്തിയായിരുന്നു. ഓക്കെ, ഫ്രണ്ട്സ് പറഞ്ഞതുപോലെ തന്നെ ഞാനും അത് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഈ ജല്ലിക്കെട്ട് മന്തി ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ഇലാഫിലേക്ക് പൊക്കോളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഒരു ഫുഡ് വ്ലോഗുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ, ബൈ ബൈ.